ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രോഹിത്തിനെ ഹരിയുടെ ആ ചതിക്കുഴിയിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ ആ പെങ്കൊച്ചു താൻ അറിയാതെ ആ ചതിക്കുഴിയിലേക്ക് വന്ന് വീണിരിക്കുക. അതിൻ്റെ സംസാരമൊക്കെ കേട്ട് ഇവന്മാരെല്ലാവരും ഇങ്ങനെ കഴുകൻ്റെ കണ്ണുമായിട്ട് അതിനെ തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഇവന്മാരെല്ലാം അടുക്കളയിൽ ഭയങ്കര കള്ള് കുടിക്കലായി, കഴിക്കലായി, പാട്ടായി, ബഹളമായി. ഈ കൊച്ചാണ് തല കറങ്ങുവാണെന്നും പറഞ്ഞു ചെന്ന് ഇരുന്നപ്പോഴേക്കും നമ്മുടെ ഹരി ഇതിനെ കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്തു. മുറിയിൽ കൊണ്ടുപോയി അതിനോട് അരുതാത്ത പ്രവൃത്തികളൊക്കെ ചെയ്യും. അപ്പോൾ ഇവരെല്ലാവരും പുറത്ത് ഇതൊക്കെ ചുമ്മാ കമൻ്റൊക്കെ അടിച്ച് ഭയങ്കര ഇതായിട്ട് ഇവന്മാർ ചിരിയും കളിയും ഭയങ്കര പാട്ടും ബഹളവും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് നമ്മുടെ രോഹിത്തിനോട് കുടിക്ക് രോഹിത്തെ എന്ന് പറഞ്ഞ രോഹിത്തിനെ കൊണ്ട് ബീറൊക്കെ കുടിപ്പിക്കുവാണ്. അപ്പോൾ ഇവന്മാരാണെങ്കിൽ എന്നിട്ട് ഭയങ്കര മോശമായിട്ടുള്ള കമൻറ്റുകളൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും രോഹിത്തിന് കയ്യിൽ നിന്ന് പോയി. പെട്ടെന്ന് രോഹിത്തിൻ്റെ മൈൻഡൊക്കെ അങ്ങ് മാറി. രോഹിത്തിന് എന്ത് ചെയ്യണമെന്നോ അല്ലെങ്കിൽ എന്താ പറയേണ്ടതെന്നൊന്നും അറിയില്ല. ഇവന്മാരുടെ കൂടെ കൂടണമെന്നുള്ള ആ ഒരു ഇതും രോഹിത്തിനില്ല. അപ്പോൾ നീ അങ്ങ് ചെല്ലട രോഹിത്തെ എന്ന് പറഞ്ഞ് കൂടെ ഉള്ളവന്മാർ രോഹിത്തിൻ്റെ കൂടെ രോഹിത്തിന് പറഞ്ഞു വിടുക. അപ്പോഴേക്കും ഹരിയാണെങ്കിൽ അകത്ത് ആ കൊച്ചിനോട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെല്ലാം ചെയ്ത് വളരെ ഇതായി അത് അവശ നിലയിലായി. അപ്പോഴേക്കും ഈ രോഹിത് അങ്ങോട്ടേക്ക് ചെല്ലുന്നു. രോഹിത് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞാൽ ഈ കൊച്ച് ഭയങ്കരമായിട്ട് കിടന്ന് പിടയ്ക്കുന്ന ഒരു അത് കണ്ടപ്പോഴത്തേക്കും രോഹിത്തിൻ്റെ ലെവലൊക്കെ അങ്ങ് തെറ്റി. പിന്നെ രോഹിത്തിൻ്റെ തലയ്ക്കൊക്കെ എന്തൊക്കെയോ ബുദ്ധിമുട്ട് പോലെ, രോഹിത്തിന് എന്തൊക്കെയോ വിഷമം. അവിടെ നിന്ന് ഇറങ്ങി ഓടാനൊക്കെ രോഹിത്തിന് തോന്നുക. രോഹിത് എന്തൊക്കെയോ ഭയങ്കര ഒരു അവസ്ഥ ഇങ്ങനെ കാണിക്കുക. അപ്പോൾ ഈ കൂടെ ഉള്ളവന്മാരെല്ലാവരും ഹരിയുടെ പിന്നാലെ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ രോഹിത്തിനെ മാര് വിളിച്ചു. പക്ഷേ രോഹിത്തിന് അവിടെ നിൽക്കാൻ പറ്റില്ല. രോഹിത്തിൻ്റെ തലയൊക്കെ മരച്ചു പോയി. രോഹിത്തിന് അവിടെ നിന്ന് ഇറങ്ങി ഓടണം. രോഹിത്ത് ഭയങ്കര ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോവുക. ലാസ്റ്റ് തലയൊക്കെ ഇതാക്കി രോഹിത്ത് ഓടി കണ്ണാടിയുടെ മുന്നിൽ പോയി മുഖം കഴുകിയിട്ടും തനിക്ക് തന്നോട് തന്നെ വെറുപ്പോ ദേഷ്യമോ അങ്ങനെയൊക്കെ തോന്നുന്ന ഒരു മാനസികാവസ്ഥയിലൂടെ ഒരുമാതിരി ഭ്രാന്ത് പിടിച്ചതുപോലെ രോഹിത്ത് കാണിക്കുക. രോഹിത്ത് എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോരുവാണ്. അപ്പോൾ ഇവന്മാരെല്ലാം രോഹിത്തിനെ പിന്നിൽ നിന്ന് വിളിക്കുന്നുണ്ട്. പക്ഷേ രോഹിത്ത് പിന്നിൽ നിന്ന് വിളിക്കുന്ന വിളികളൊന്നും കേൾക്കുന്നില്ല. കാരണം അങ്ങനെ ഒരു പെൺകുട്ടിയോട് ക്രൂരത കാണിക്കുന്നത് കണ്ടു നിൽക്കാനായിട്ട് രോഹിത്തിന് കഴിയുന്നില്ല. രോഹിത്തിന് അതിനകത്ത് പങ്കുചേരാനും കഴിയുന്നില്ല. രോഹിത്ത് എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോരുന്നു. അപ്പോൾ രോഹിത്ത് അവിടുന്ന് ഒരു തരത്തിൽ എങ്ങനെയൊക്കെയോ പുറത്തിറങ്ങി തൻ്റെ ബൈക്ക് എടുത്തു. എങ്ങനെയെന്നറിയില്ല, എന്തൊക്കെയോ കാണിച്ച് വണ്ടി സ്റ്റാർട്ടാക്കി അവിടെ നിന്ന് പോരുവാണ്. അപ്പോഴേക്കും മറ്റേ പെങ്കൊച്ച് അവിടുന്ന് ഇങ്ങനെ എന്തൊക്കെയോ എൻ്റെ ബോധം പോയതുപോലും എന്തൊക്കെയോ ഒരവസ്ഥ അതിങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ പോരും. അപ്പോൾ അവന്മാരെല്ലാവരും കൂടി അതിനെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോഴേക്കും ഈ ഹരി പിന്നെയും ചെന്നു അതിൻ്റെ അടുത്തേക്ക്. അതിനെ വിളിച്ച് അകത്തേക്ക് വീണ്ടും വിളിച്ച് കയറ്റിയിട്ട് വീണ്ടും ഇവന്മാരെല്ലാവരും കൂടി ചേർന്ന് ആ കൊച്ചിൻ്റെ അടുത്തേക്ക് ചെന്നു. അപ്പോഴേക്കും നമ്മുടെ രോഹിത്ത് അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ ഇറങ്ങി. ഹരി ഇവന്മാരെ എല്ലാവരെയും കൂടെ വിളിച്ച് ആ പെങ്കൊച്ചിനെയും കൂട്ടി മുറിയിലേക്ക് പോവുകയും ചെയ്തു. രോഹിത്ത് അവിടെ നിന്ന് പോരുകയും ചെയ്തു. അപ്പോൾ രോഹിത്ത് ആണെങ്കിൽ എങ്ങനെയൊക്കെയോ ഭയങ്കര ഇതായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് വരും കേട്ടോ. ലെവലിലൊന്നും അല്ല, പോസെന്ന് പറഞ്ഞാൽ തല നേരെ നിൽക്കാത്തൊരവസ്ഥയിലാണ് പുള്ളി പോരുന്നത്. ഈ സമയത്ത് നമ്മുടെ അലീനയ്ക്കാണെങ്കിൽ പേടി, അലീനയ്ക്ക് ടെൻഷൻ, ആകെ ഇത് വെപ്രാളം കയറി അലീന ഇങ്ങനെ നിൽക്കുക. പോയിട്ട് ഇവൻ ഇത്രയും നേരമായിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഈ രോഹിത്തിൻ്റെ കാര്യങ്ങളെല്ലാം അറിയാനായിട്ട് അലീന അച്ഛനെ വിളിച്ചു. അപ്പം അവിടെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞല്ലോ മകൻ ഇവിടെ വന്നിട്ടില്ല എന്നുള്ള കാര്യം. കോളേജിലേക്കും വിളിച്ചു ചോദിച്ചു ബാലൻ. അന്നേരം കോളേജിലും ചെന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം നുണ പറഞ്ഞിട്ട് തന്നെയാണ് രോഹിത്ത് പോയിരിക്കുന്നതെന്നും രോഹിത്ത് എന്തോ ഒരു പരിപാടി ഒപ്പിക്കാൻ പോയതാണെന്നും മനസ്സിലാകുകയും ചെയ്തു. അലീന പറഞ്ഞതിൽ കഴമ്പുണ്ടെന്നും നമ്മുടെ ബാലന് മനസ്സിലായി. ബാലനെ എന്നിട്ട് അലീനെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവൻ കോളേജിൽ ചെന്നിട്ടില്ലെന്നാണ് പറഞ്ഞത്, ഹോസ്പിറ്റലിലും ചെന്നിട്ടില്ലെന്നാണ് പറഞ്ഞത്. മോളെ, നീ പറഞ്ഞത് തന്നെയാണ് ശരിയെന്ന കാര്യം പറയാം. അപ്പോൾ അത് കേട്ടപ്പോൾ ഭയങ്കര ടെൻഷനായി അലീനയ്ക്ക്. ഇവനിനി എന്താ കാണിച്ചു വെച്ചേക്കുന്നതെന്നൊന്നും അറിയത്തില്ലല്ലോ ആ ഒരിത്. അപ്പോഴേക്കും നമ്മുടെ കൃഷ്ണമോള് സ്കൂളിൽ പോയിട്ട് വീട്ടിലോട്ട് വന്നു. സ്കൂളിൽ പോയി വീട്ടിലേക്ക് വന്ന സമയത്ത് അലീന ഇങ്ങനെ ആകെ വെപ്രാളം കയറി അവിടെ ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ കൊച്ചു ചോദിച്ചു, എന്ത് പറ്റി അലീന ചേച്ചിയുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നതെന്ന് ചോദിച്ചു. അത് രോഹിത്ത് ഇതുവരെ വന്നില്ലല്ലോ മോളെ എന്ന് പറയുമ്പോൾ, രോഹിത്തേട്ടൻ വന്നില്ലേ, കോളേജിൽ പോയി അമ്മയെ കണ്ടിട്ട് കോളേജിലേക്ക് പോകുന്നല്ലേ പറഞ്ഞതെന്ന് ചോദിച്ചു. രോഹിത്ത് കോളേജിലും ചെന്നിട്ടില്ല, അതുപോലെ അമ്മയുടെ അരികിലും ചെന്നിട്ടില്ലെന്നാണ് പറഞ്ഞത്. അവൻ മറ്റെന്തോ വഴിക്ക് പോയതാ, എനിക്ക് പേടിയാ, ഹരിയുടെ കൂടി ഇനി എന്തെങ്കിലും ആപത്തിൽ ചെന്ന് ചാടുക എന്നുള്ളതാണ് എന്നങ്ങനെ പറഞ്ഞപ്പോൾ അതിപ്പോൾ രോഹിത്തേട്ടൻ വിചാരിക്കാതെ നടക്കില്ലല്ലോ. രോഹിത്തേട്ടനോട് എത്ര പ്രാവശ്യം പറഞ്ഞു ഹരിയേട്ടനുമായിട്ടുള്ള കൂട്ടം ഉപേക്ഷിക്കുക, ഹരിയേട്ടൻ ആൾ ശരിയല്ല എന്ന്. പക്ഷെ അതൊന്നും കേൾക്കാനോ മനസ്സിലാക്കാനോ തയ്യാറാവാതെ രോഹിത്തേട്ടനല്ലേ ഹരിയേട്ടൻ്റെ കൂടെ പോകുന്നത്, പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെ ഇവർ രണ്ടുപേരും സംസാരിച്ചു. കൊച്ചാണെങ്കിൽ
അകത്തേക്ക് കയറി പോവുകയും ചെയ്തു. അലീന അന്നേരം പുറത്തിങ്ങനെ നിൽക്കുക. എന്നിട്ട് അകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോഴേക്കും ദേ വരുന്നു ബുള്ളറ്റിൻ്റെ ഒരു ശബ്ദം. അപ്പോൾ നോക്കുമ്പോൾ രോഹിത് ബുള്ളറ്റ് ഓടിച്ചുകൊണ്ട് വരും. അതും വണ്ടി പകുതി മറിഞ്ഞില്ലെന്നൊക്കെയുള്ള ഒരു ഇതിലാണ്. തിരിഞ്ഞ് കയറിയ രോഹിത് ആ വണ്ടിയും കൊണ്ട് പോയി കാട്ടിലേക്ക്, അതായത് അവരുടെ പറമ്പിലേക്കൊക്കെ ചെന്ന് കയറുന്നത്. ഇതൊക്കെ കണ്ട അലീന അന്തം വിട്ടിങ്ങനെ നിൽക്കുക കേട്ടോ. ഒരു തരത്തിൽ ഇവൻ എങ്ങനെയൊക്കെയോ വണ്ടി കൊണ്ടുവന്ന് പോർച്ചിലേക്ക് കയറ്റി കൊണ്ടുവന്ന് വെക്കാൻ പോലും ഇവനെ കൊണ്ട് കഴിയുന്നില്ല. വണ്ടി മറിഞ്ഞു പോവുക. സ്റ്റാൻഡിൽ വെക്കാനൊന്നും പറ്റുന്നില്ല, ലെവലിലല്ലല്ലോ. അങ്ങനെ ഇതെല്ലാം കണ്ട് അലീന അന്തം വിട്ടിങ്ങനെ നിൽക്കും. അപ്പോൾ വീണ്ടും ഹരിയുടെ കൂടെ പോയി കുടിച്ച് മറിഞ്ഞാണ് വന്നിരിക്കുന്നതെന്നുള്ള കാര്യം അലീനയ്ക്ക് മനസ്സിലായി. അലീനയെ കണ്ടപ്പോഴേക്കും അലീന ഒരു നോട്ടവും നോക്കി ഇവനകത്തേക്ക് കയറി ചെയ്യുന്നത്. അപ്പോൾ കൃഷ്ണ അവിടെ നിൽക്കുക. കൃഷ്ണ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ രോഹിയേട്ടൻ ഇന്നും കുടിച്ചിട്ടാണ് വന്നതല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കുടിച്ചിട്ട് വന്ന നിനക്കെന്താടിയെന്ന് ചോദിച്ചു. ഹരിയേട്ടൻ്റെ കൂടെ ആയിരിക്കും പോയത്, ഹരിയേട്ടൻ്റെ കൂടെ പോയി കുടിക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് ചോദിക്കുമ്പോൾ നിനക്കെന്താടി, ഞാൻ കുടിച്ചെന്ന് പറഞ്ഞ് നിനക്കെന്നാടി, മേലിൽ എൻ്റെ കാര്യത്തിൽ ആവശ്യമില്ലാതെ ഇടപെടാൻ വന്നേക്കരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൃഷ്ണയെ വഴക്ക് പറയും. ഞാനിത് അച്ഛനോട് പറയുമെന്ന് കൃഷ്ണ പറയുമ്പോൾ ചെന്ന് പറഞ്ഞു കൊടുക്കടിയെന്നും പറഞ്ഞുകൊണ്ട് ഉരുണ്ട് പിടച്ച് ഇവൻ്റെ മുറിയിലേക്ക് പോയി. അവിടെ ചെന്ന് വാതിൽ തുറന്നത് മാത്രമേ രോഹിത്തിന് ഓർമ്മയുള്ളൂ. രോഹിത്ത് ഉരുണ്ട് പിടച്ച മുറിയിൽ അങ്ങ് വീണിട്ട് കൈയും കാലൊക്കെ ഇട്ട് അടിച്ച് ആ ഒരു ചിന്ത ഇങ്ങനെ മനസ്സിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുക. ഭയങ്കരമായിട്ട് അങ്ങ് ടെൻഷനാവുക. അപ്പോഴേക്കും അലീന കയറി വന്നിട്ട് ആ ഹരിയുടെ കൂടെ പോയത് തന്നെയാണ് മോളെ, ഇനി എന്തൊക്കെ പൊല്ലാപ്പം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് ആർക്കറിയാവെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയണം. അപ്പോൾ അച്ഛനോട് എത്രയും പെട്ടെന്ന് ഇത് പറയണം ചേച്ചി, അച്ഛനോട് പറയാതിരുന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനോട് പറയണം എന്ന് അലീനയ്ക്കും തോന്നി. അലീനയും അത് പറയണമെന്ന് തന്നെ തീരുമാനിച്ചിരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ബാലൻ അങ്ങോട്ടേക്ക് വന്നപ്പോൾ ഇവർ രണ്ടുപേരും അവിടെ നിൽപ്പുണ്ട്. രോഹിത് വന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ രോഹിത് വന്നിട്ടുണ്ട്, കുടിച്ചിട്ടാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ കുടിച്ചിട്ടാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ബാലന് ദേഷ്യം വന്നു. ബാലൻ രോഹിതരെ കാണാൻ മുറിയിലേക്ക് പോയ സമയത്ത് അച്ഛാ ഈ വരവ് അങ്ങനെ നിസ്സാരമായിട്ട് കാണണ്ട, എന്തോ വലിയൊരു കുഴപ്പമൊപ്പിച്ചിട്ടുള്ളൊരു വരവാണെന്നുള്ള കാര്യം അലീന ബാലനോട് പറയുവാണ്. മറച്ചു വെച്ചാൽ ശരിയാവില്ല എന്ന് അറിയാവുന്നത് കൊണ്ടാണ് അലീന അത് ബാലനോട് പറഞ്ഞത്. അപ്പോൾ അലീന ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞു ബാലൻ മുകളിലേക്ക് കയറിപ്പോയി. ഇനി എന്തായിരിക്കും ചേച്ചി രോഹിയേട്ടൻ ഒപ്പിച്ച് വെച്ചിരിക്കുന്നതെന്നൊക്കെ കൃഷ്ണ അന്നേരത്തേക്ക് അലീനയോട് ചോദിക്കുന്നുണ്ട്. എന്താണെന്നൊന്നും അറിയില്ലല്ലോ മോളെ എന്ന് പറഞ്ഞാൽ അലീന ഇങ്ങനെ നിൽക്കുക. ഈ സമയത്ത് നമ്മുടെ ബാലൻ മുറിയിലേക്ക് ചെന്നു. ഇവനാണെങ്കിൽ അന്നേരവും കണ്ണാടിയിൽ നോക്കി ഇങ്ങനെ ആ ഒരു ചിന്ത ഇങ്ങനെ മനസ്സിൽ കിടന്നിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഇതിലിരിക്കുക കേട്ടോ. മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയി, മൊത്തത്തിൽ പെട്ടുപോയി എന്ന് മനസ്സിലായി രോഹിത്തിന്. അത് കഴിഞ്ഞപ്പോൾ രോഹിത്ത് അച്ഛൻ വന്ന് വാതിൽ കൊട്ടിയപ്പോൾ ചെന്ന് ഡോറ് തുറന്നു കഴിഞ്ഞപ്പോഴേക്കും രോഹിത്തിൻ്റെ ഈ അവസ്ഥയൊക്കെ കണ്ടപ്പോൾ ബാലൻ മൊത്തത്തിൽ ഇവൻ തുറന്നുമില്ല, പകുതി തുറന്നു വെച്ചേക്കും. അപ്പോൾ ബാലൻ ചോദിച്ചു നീ എവിടെയായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ കോളേജിൽ പോയായിരുന്നു. നീ കോളേജിൽ പോയെന്നോ? നീ അമ്മയുടെ അടുത്തേക്ക് പോകുമെന്ന് പറഞ്ഞല്ലേ ഇവിടുന്ന് പോയത്? നീ അമ്മയുടെ അടുത്തേക്ക് പോയില്ലല്ലോ. ഞാൻ കോളേജിൽ വിളിച്ചു ചോദിച്ചായിരുന്നു, നീ കോളേജിലും ചെന്നിട്ടില്ലെന്നാണ് പറഞ്ഞത്. നീ ഇന്ന് കോളേജിലും പോയിട്ടില്ല, പിന്നെ നീ ഇത്രയും നേരം എവിടെയായിരുന്നു എന്ന് ചോദിച്ചു. എന്നോട് കള്ളം പറയാൻ നീ ശ്രമിക്കണ്ട. നാളെ ഞാൻ കോളേജിൽ തന്നെ അച്ഛാ പോയതെന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ നിന്ന് തർക്കിക്കാം. എന്നോട് നീ കള്ളം പറയാൻ ശ്രമിക്കണ്ട. നാളെ നീ കോളേജിൽ പോകുമ്പോൾ നിൻ്റെ കൂടെ ഞാനും വരുമെന്ന് ബാലൻ പറയാം. അപ്പോൾ നമുക്ക് സത്യം അറിയാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെയ്യണ്ടെങ്കിൽ നീ സത്യമായി എന്നോട് പറയണം. നീ എവിടെയായിരുന്നു, എന്തെടുക്കുമായിരുന്നു, ആരുടെ കൂടെ ആയിരുന്നു എന്ന് നീ എന്നോട് പറഞ്ഞേ പറ്റൂ എന്ന് ബാലൻ മകനോട് പറയുമ്പം രോഹിത് പെട്ടു. പറയാനും പറ്റില്ല, പറയാതിരിക്കാനും പറ്റില്ല. മൊത്തത്തിൽ കാര്യം കുളമായെന്ന് രോഹിത്തിന് മനസ്സിലായി. രോഹിത് എന്നിട്ട് നിന്നിങ്ങനെ ഉരുളുക. അപ്പോൾ ബാലൻ നിന്നോട് ഞാൻ ചോദിച്ചതിനുള്ള മറുപടി എനിക്ക് വേണമെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ചെയ്യാൻ നീ തയ്യാറായിക്കൊള്ളാനും പറഞ്ഞു. നീ എവിടെയാണ് പോയതെന്ന് വീണ്ടും ബാലൻ ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ രോഹിത്തിന് പറയാതിരിക്കാൻ നിവർത്തിയില്ലല്ലോ. മുഴുവനായിട്ടൊന്നും പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഹരിയുടെ കൂടെയായിരുന്നു എന്ന് പറഞ്ഞു. നിന്നോട് ഹരിയോട് കൂട്ടുകൂടരുതെന്നും അവനൊപ്പം പോയാൽ നിൻ്റെ ജീവിതം ജയിലിലേ ചെന്ന് അവസാനിക്കുള്ളൂ എന്ന് നിന്നോട് ഞാൻ പറഞ്ഞതായിരുന്നു എന്ന് ബാലൻ മകനോട് ചോദിക്കുക. അത് കേട്ടിട്ട് ഇവനൊന്നും മിണ്ടുന്നില്ല കേട്ടോ. ഇത്രയൊക്കെ കിട്ടിയിട്ട് രോഹിത് പഠിച്ചിട്ടില്ല. അപ്പോഴും അച്ഛനോട് തറുതല എന്നുള്ള രീതിയിൽ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അങ്ങനത്തെ ബാലൻ കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അതിനൊക്കെ ഒരുമാതിരി ഇഷ്ടമല്ലാത്ത രീതിയിൽ തറുതല എന്നുള്ള രീതിയിലൊക്കെ ഇവനിങ്ങനെ മറുപടിയും കൊടുത്ത് ഇങ്ങനെ നിൽക്കുവാണ്. എന്തായാലും നിൻ്റെ ഈ പോക്ക് നാശത്തിലേക്കാണെന്ന് നീ എഴുതി വെച്ചോളാൻ ബാലൻ പറഞ്ഞു. അവൻ മുഖേന നിനക്ക് വരാൻ പോകുന്നത് നീ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞു ബാലൻ അങ്ങ് പോയി. എന്തു വന്നാലും സ്വയം പേറുകയെ നിവർത്തിയുള്ളൂ എന്നും പറഞ്ഞു. അതിൽ വേറെ ആരും നിന്നെ രക്ഷിക്കാനോ നിന്നെ സഹായിക്കാനോ വരില്ല എന്നുള്ള കാര്യവും പറയുവാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യം ഈ ഒരു ഇതിലിങ്ങനെ പറഞ്ഞു. അപ്പോൾ അതെല്ലാം പറഞ്ഞിട്ട് ബാലൻ അങ്ങ് ഇറങ്ങിപ്പോയി. ഇവൻ എന്നിട്ട് ആ നിലത്തേക്ക് ഇരുന്നിട്ട് തല തല്ലി കരയുവാട്ടോ. പെട്ടുവെന്ന് രോഹിത്തിന് മനസ്സിലായി. ഇനി രോഹിത്തിന് രക്ഷയില്ലെന്നും രോഹിത്തിന് അറിയാം. ആ പെൺകുട്ടിയെ പറ്റിയുള്ളൊരു വിചാരവും രോഹിത്തിൻ്റെ ഉള്ളിലുണ്ട്. അതിൻ്റെ ജീവിതം എന്തായി എന്നുള്ളൊരു ആ ഒരിത്.
അങ്ങനത്തെ മൊത്തത്തിൽ പ്രശ്നമായി. ഹരിയാണെങ്കിൽ ഇതൊക്കെ ആസ്വദിച്ച് അർമാദിച്ച് അവനങ്ങനെ ഇരിക്കുക. പക്ഷേ ഹരി പോലും ഉദ്ദേശിക്കാത്ത കാര്യങ്ങളാണ് ആ വീട്ടിൽ അരങ്ങേറിയത്. ആ കൊച്ചിൻ്റെ ജീവിതം കട്ടപ്പുകയാക്കി ഹരി. ഈ സമയത്ത് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാലൻ ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വരും. അപ്പോൾ അലീനയും അതുപോലെ കൃഷ്ണമോളും ഇങ്ങനെ നിൽപ്പുണ്ട്, എന്തായി ഇവൻ എന്താ പറഞ്ഞതെന്ന് അറിയാനായിട്ട്. അപ്പോൾ താഴെ ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോൾ അലീന ചോദിച്ചു, എന്താ അച്ഛാ രോഹിത്ത് പറഞ്ഞത്, രോഹിത്ത് എവിടെയായിരുന്നു, ഞാൻ കുടിച്ചിട്ടല്ലേ വന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവൻ എന്നോട് സമ്മതിച്ചില്ല, അവൻ കോളേജിൽ പോയിട്ടില്ല എന്ന്. അപ്പം നാളെ അവൻ്റെ കൂടെ ഞാനും കോളേജിൽ ചെല്ലുമെന്ന് പറഞ്ഞപ്പോഴാണ് അവൻ ഹരിയുടെ കൂടെ ആയിരുന്നു എന്ന് പറഞ്ഞതെന്നുള്ള കാര്യം ബാലൻ ഇങ്ങനെ അലീനോട് പറയുമ്പം അവൻ ഹരിയുടെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ ആ പോക്കിൻ്റെ പുറകിൽ എന്തോ ഒരു ദുരുദ്ദേശം ഉണ്ടായിരുന്നു. മാത്രമല്ല രോഹിത്ത് കയറി വന്ന ആ ഒരു വരവച്ച ഒരിക്കലും നല്ലതായിരുന്നില്ല എന്ന് പറഞ്ഞു. എന്തോ ഒരു വലിയ പ്രശ്നത്തിൽ പെട്ടിട്ടാണ് രോഹിത്ത് ഇവിടെ കയറി വന്നിരിക്കുന്നത്. അത് മാറ്റമില്ലാത്ത കാര്യമാണെന്നും പറഞ്ഞുകൊണ്ട് രോഹിത്തിൻ്റെ പറ്റിയുള്ള കാര്യങ്ങൾ അലീന ബാലനോട് പറയുവാണ്. ഇനി എന്താണെന്ന് അറിയാൻ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോഴും ഇവരിങ്ങനെ ഒരു തെണ്ടിത്തരം ചെയ്തിട്ടാണ് കയറി വരുന്നതെന്നുള്ള കാര്യം ഇവരുടെ സ്വപ്നത്തിൽ പോലും പോയില്ല. കുടിക്കും അങ്ങനെയൊക്കെയാണ് ഇവരും വിചാരിച്ചത്. പക്ഷെ ഒരു പെൺകുട്ടിയോട് ഇത്രയും ക്രൂരത കാണിച്ചിട്ട് കയറി വരാനുള്ള ഒരു ഗഡ്സ് രോഹിത്തിനുണ്ടെന്ന് ഇവർ പോലും വിചാരിച്ചില്ല. പക്ഷേ രോഹിത്ത് ഇതിൽ പെട്ടിട്ടില്ല, പക്ഷേ രോഹിത്ത് ഇതിൽ പെട്ടതുമാണ്. അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെയാണ്. ഇനിയിപ്പോൾ പോലീസ് വണ്ടിയായി, അതുപോലെ ആ പെങ്കൊച്ചിനെ അന്വേഷിച്ച് പോലീസ് ഇറങ്ങുന്നു, അതുപോലെ അതിനെ പിച്ചി ചീന്തിയവന്മാരെ പോലീസ് പിടിക്കുന്നു. അതിൻ്റെ ജീവിതം ഇങ്ങോട്ടോ അങ്ങോട്ടോ കിട്ടുമോ പോകുമോ എന്നൊന്നും അറിയാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെയും ഇനി വരാനിരിക്കുന്നതുമായ കഥകൾ വരുന്നത്, എപ്പിസോഡിലെത്തുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണുകളിലേക്ക് എത്തുന്നതായിരിക്കും. നിങ്ങൾക്ക് എളുപ്പത്തിൽ അത് കാണാൻ കഴിയുന്നതുമായിരിക്കും. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി 1000 നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിച്ചുകൊണ്ട് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോട് നിർത്തുന്നു. പിന്നെ നമ്മുടെ ഡയലോഗുകളിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം, പക്ഷെ നമ്മുടെ എപ്പിസോഡിലെ സിറ്റുവേഷൻസ് എല്ലാം ഇത് തന്നെയാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, സ്വീകൻ, ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റാ.